ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി 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 നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് സാധിക്കാൻ പോകുന്നത്? വണ്ടേഴ്സ്, അതിശയങ്ങൾ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ടല്ലോ. ഡിലൈറ്റ്, ട്രാൻസ്ഫോർമേഷൻ, ഫ്രീഡം, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫോർഗീവ്നെസ് ആണ്. കണ്ടില്ലേ? Five of Wands, the Hermit, Six of Wands, the Hanged Man, Ten of Wands, Father of Cups, the Tower, Nine of Pentacles, Temperance, Eight of Swords, Strength, the Lovers. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. കണ്ടില്ലേ? ഇവിടെ ഒരുപാട് പേർക്ക് വളരെ നല്ല ഭാഗ്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. മതി, കുറച്ച് മതി. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതും കൂടെ പൊഴിഞ്ഞ് വീണല്ല അവിടെ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? വണ്ടേഴ്സാണ് വന്നിരിക്കുന്നത്. വണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിശയങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് അതിശയകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. തീർച്ചയായും അത് നടക്കട്ടെ എന്ന് തന്നെ ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒറാക്കിൾ കാർഡ്സ് 4 കാർഡ്സും വളരെ പോസിറ്റീവാണെന്ന് തന്നെ പറയാം. കാരണം എന്താണ്? അടുത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ഡിലൈറ്റാണ്. പ്രകാശം കാണാൻ തുടങ്ങുന്നു. ഇവിടെ വണ്ടേഴ്സ് കണ്ടില്ലേ? ഇവിടെ തേർഡ് ചക്രയുടെ ആക്ടിവേഷൻ അഥവാ അല്ലെങ്കിൽ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഒക്കെയാണ്. ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളിലേക്ക് ഹെൽത്തും വെൽത്തും ഒക്കെ വന്നു ചേരുന്ന ഒരു എനർജിയാണ്. ഇന്നത്തെ സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു വാർത്ത ഇതാണ്. നിങ്ങളിലേക്ക് എന്തൊക്കെയോ മിറക്കിൾസ് സംഭവിക്കാൻ പോകുന്നു. അതിശയകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്.
അതുപോലെ തന്നെ തേർഡ് ഐ ചക്ര ആക്റ്റീവാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. നിങ്ങളുടെ സോളിനെ സന്തോഷിപ്പിക്കാനായിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്തു തുടങ്ങൂ എന്നുള്ള ഒരു ഗൈഡൻസ് കൂടിയാണ് ഇന്നത്തെ ഈ മെസ്സേജിൽ വരുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജാണിത്. അപ്പോൾ വണ്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പർപ്പിൾ കളറാണ് തേർഡ് ഐ ചക്ര, കണ്ടില്ലേ? ഇതാണ് ആക്റ്റീവ് ആകാൻ പോകുന്നു, അല്ലെങ്കിൽ ആക്റ്റീവാക്കി എടുക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ചും പറയുന്നത്. അതുവഴി നിങ്ങളിലേക്ക് അതിശയങ്ങൾ വരും. തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷനോട് കൂടിയാണ് ഒരുപാട് അതിശയകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് ആസ്വദിച്ചറിയാൻ തുടങ്ങുന്നതും അങ്ങനെയാണ്. ആ ഒരു ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അറിയാൻ സാധിക്കുന്നത്. അതാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ അറിയാൻ സാധിക്കും ചിലർക്കൊക്കെ. അപ്പോൾ അതിനായിട്ടുള്ള ശ്രമം നടത്തൂ. അത് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. അപ്രതീക്ഷിതമായി പല മിറക്കിൾസും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുന്നുണ്ട്. ഡിലൈറ്റാണ് പിന്നീട് വന്നിരിക്കുന്നത്. പ്രകാശം കാണാൻ തുടങ്ങുന്നു. എങ്ങനെയാണ് പ്രകാശം കാണാൻ തുടങ്ങുന്നത്? ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. കുറേ കാലം കൊണ്ടേ നിങ്ങൾ ഒരുപാട് സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ടുണ്ടാവാം, പ്രേ ചെയ്തിട്ടുണ്ടാവാം. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ വിമുക്തരാവാൻ തുടങ്ങിയിട്ടുണ്ടാവാം. അടുത്തതായിട്ടും ട്രാൻസ്ഫോർമേഷനാണ്, കണ്ടില്ലേ? ഇവിടെയും അതുതന്നെയാണ് പറയുന്നത്. ഈ ഒരു മാറ്റം നിങ്ങളിലേക്ക് സംഭവിക്കണമെങ്കിൽ എന്താണ്? നിങ്ങൾ ഒരുപാട് ജീവിത സാഹചര്യങ്ങളോട്, മോശകരമായ സാഹചര്യങ്ങളോട് മല്ലിട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വന്ന ആൾക്കാർ ആയിരിക്കാം. ഒരു സമയത്ത് നിങ്ങൾ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ നടത്തിയിട്ടുള്ളവരാകാം. മനസ്സിലായില്ലേ? ഒരുപാട് കേസുകളിൽ പെട്ടിട്ടുണ്ടാവാം. ഒരുപാട് സങ്കടകരമായി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് കരഞ്ഞു തളർന്ന് കഴിഞ്ഞ ദിവസങ്ങളുണ്ടാവാം. പക്ഷെ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റത്തിലേക്ക് വരാൻ തുടങ്ങുന്നു. നല്ലൊരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങുന്നു. ഈ മാറ്റം എന്ന് പറയുമ്പോൾ അത് ഇവിടെ എന്താണ്? വളരെ വലിയൊരു നല്ല ഒരു മാറ്റമാണ്, നല്ലൊരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വർണ്ണശബളമായ ഒരു മാറ്റമാണ്. പല വിധത്തിലും നിങ്ങൾക്ക് രൂപമാറ്റം ഉണ്ടാവുന്നു. നിങ്ങളുടെ രൂപത്തിൽ മാറ്റം വരുന്നു. മനസ്സിലായില്ലേ? നിങ്ങളുടെ സൗന്ദര്യത്തിൽ, നിങ്ങളുടെ ബോഡിയിൽ, നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഒക്കെയും നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ജോലി കാര്യങ്ങളിൽ മാറ്റമാകാം, ജോലി ലഭിക്കുന്ന ഒരു മാറ്റം, പുതിയൊരു ലൈഫിലേക്ക് പോകുന്നതാവാം. എന്തായാലും ശരി, അങ്ങനെയുള്ള പല തരത്തിലുള്ള മാറ്റങ്ങൾക്കും നിങ്ങൾ വിധേയരാകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഫ്രീഡമാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ജീവിതത്തിൽ ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നു. എങ്ങനെയാണ് ഈ ഫ്രീഡം വരുന്നത്? നിങ്ങൾക്ക് സാമ്പത്തികമായൊരു സ്റ്റെബിലിറ്റി വരുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് മാറാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ വളരെ മനോഹരമായൊരു എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ആരുടെയും അനുവാദം കൂടാതെ, ആരുടെയും അനുവാദം ഇല്ലാതെ, അല്ല എങ്കിൽ അവർ പറയുന്ന ആരും പറയുന്നത് അനുസരിക്കാതെ നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടത്തിന് പാറിപ്പറക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു. മനസ്സിലായില്ല? അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ എന്താണ്? നിങ്ങൾ ആരുടെയും ചങ്ങലക്കിട്ട അവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥ വരുമ്പോഴെന്താണ്? നിങ്ങൾ തടങ്കലിലായിരുന്നു. ഇത്ര കാലം നിങ്ങൾ തടങ്കലിലായിരുന്നു എങ്കിൽ, ആരുടെയെങ്കിലും ഒക്കെ തടങ്കലിലായിരുന്നു എങ്കിൽ, ഇനി നിങ്ങൾക്ക് അവിടെ നിന്നും ഫ്രീഡം വരുന്നു. സ്വാതന്ത്ര്യം ലഭിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതോടുകൂടി മറ്റുള്ളവർ നിങ്ങളോടൊപ്പം കൂടുന്നു. സന്തോഷകരമായൊരു ലൈഫിലേക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇതുവരെ അനുഭവിച്ചിരുന്ന സമയങ്ങളിൽ നിന്നും, കാലങ്ങളിൽ നിന്നും, സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട്, ഫ്രീഡം വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ വളരെ സന്തോഷകരമായ, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 5 ഓഫ് വാൻഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 5 വാൻഡ്സ് ഫയർ സൈനാണ്. ഏരിസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. പലരും മുൻപോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. എനിക്ക് മുൻപേ പോകണം എന്ന് പറഞ്ഞാൽ എന്താണ്? ജയമാണ് പ്രതീക്ഷിക്കുന്നത്. ജീവിതത്തിൽ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു വിജയത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു. എനിക്ക് മുൻപേ പോകണം എന്നുള്ളത്. ആർഗ്യുമെൻറ്റ്സ് നടത്തി ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, ഞാൻ പറയുന്നതാണ് ഇവിടെ ശരി, അത് മറ്റുള്ളവർ അംഗീകരിച്ച് തരണം, എനിക്കാണ് ജയം വേണ്ടത്, ഞാനാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത്, ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ തോറ്റു തരാൻ തയ്യാറല്ല എന്നൊക്കെയുള്ള വാശിയേറിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു. അതുതന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ ഒരവസ്ഥയാണ്. കാരണം നിങ്ങൾ ജയിച്ചു നിൽക്കുന്നു, നിങ്ങൾ ഒന്നാമനാവാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
എക്സാം എഴുതാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ജോലിക്കാര്യത്തിൽ ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റിന് വേണ്ടി പോകുന്നുണ്ടോ, അവിടെ ഏത് കാര്യത്തിലായാലും എവിടെയെങ്കിലും ലൈഫിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അവിടെ നിങ്ങൾക്ക് വിജയം വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും കേസുകളിൽ ഒക്കെ നിങ്ങൾക്ക് സക്സസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. അവിടെ നിങ്ങൾ ഒന്നാമനാകുന്ന ഒരവസ്ഥ. ഹെർമിറ്റാണ് പിന്നീട് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? സ്വന്തം ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല കഴിവാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട്, എങ്ങനെ വന്നതാണ് ഈ കഴിവുകൾ? സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെ, സ്വയം ഉള്ളിൽ നിന്ന് തന്നെ ഇന്നർ വോയിസ് കേൾക്കാൻ കഴിയുന്നു. അങ്ങനെ നിശ്ചലമായ ഒരവസ്ഥ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. എല്ലാവിധത്തിലുള്ള ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരവസ്ഥ വരാൻ പോകുന്നു. ആ ഒരവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങളെ സന്തോഷമുള്ളതാക്കുന്നു. പല പ്രശ്നങ്ങളിലും മറ്റുള്ളവരെ മനസ്സിലാക്കിയിട്ട് ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യമുണ്ട്. ഒറ്റയ്ക്കിരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുകയാണ് ഇവിടെ. ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ ആഗ്രഹിക്കുന്നു, അത് നേടിയെടുക്കാൻ സാധിക്കുന്നു. അപ്പോഴാണ് ഇന്നർ വോയിസ് ഉണ്ടാവുന്നത്. സ്വന്തം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ഉൾവിളികൾ ലഭിക്കുന്നു. അതുവഴി മുന്നോട്ട് പോകുമ്പോൾ ജീവിതം സക്സസ് ആവുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പിന്നീട് 6 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? തീർച്ചയായിട്ടും ഒരു മേഘങ്ങൾ, കറുത്തിരുണ്ട മേഘത്തിനപ്പുറത്തായിട്ട് എന്ത് കാണാൻ സാധിക്കുന്നു? ഇവിടെ മഴവില്ല് കാണാൻ സാധിക്കുന്നു. ആ മഴവില്ല് എന്തിൻ്റെ പ്രതീകമാണ്? പ്രതീക്ഷയുടെ പ്രതീകമാണ്. ജീവിതത്തിലെ വിജയങ്ങളുടെ പ്രതീകമായിട്ടാണ് ആ മഴവില്ല് അവിടെ കാണാൻ സാധിക്കുന്നത്. 7 വർണ്ണങ്ങൾ നിറഞ്ഞ മഴവില്ല്, റെയിൻബോ, അതിവിടെ കാണാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും അർഹതയ്ക്കുള്ള അംഗീകാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു. എന്തിനു വേണ്ടിയാണ്? ജോലിക്കാര്യത്തിലാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവാം, പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഇവിടെ നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. കാത്തിരിക്കുന്നവർ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാം, അല്ലെങ്കിൽ ജോലിക്കാര്യത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു, മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. മുന്നോട്ടുള്ള ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ വളരെയധികം സന്തോഷമായിട്ട് അത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വാൻസ് ഓഫ് ഫയർ സൈനാണ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ രണ്ടിടത്തും വാൻസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ആവേശകരമായിട്ട് പോവുകയാണ് അല്ലേ? ഇവിടെ ഹാങ്ഡ്മാൻ്റെ അവസ്ഥയുണ്ട്. കാരണം തീർച്ചയായിട്ടും ഇവിടെ 10 ഓഫ് വാൻസും വന്നിട്ടുണ്ട്. ഹാങ്ഡ്മാൻ്റെ അവസ്ഥയെന്ന് പറയുമ്പോൾ എന്താണ്? ബുദ്ധിയും ശക്തിയും എല്ലാം ഉണ്ട്. പക്ഷേ എന്താണ്, തൽക്കാലത്തേക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല ചില കാര്യങ്ങളിൽ. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സമ്പന്നരാണ്. സമ്പന്നരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത ചില അവസ്ഥകളാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട്. അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. അത് അല്പമൊന്നും നിങ്ങൾക്ക് നീങ്ങി ചിന്തിച്ച് കഴിഞ്ഞാൽ മാറാവുന്ന കാര്യമേ ഉള്ളൂ. മനസ്സിലായില്ലേ? എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു, അത് നിങ്ങൾക്കത് മാറാം. എന്നാൽ നിങ്ങൾക്ക് സാമ്പത്തികമുണ്ട്, ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, ഭാഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ തൃപ്തരാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷേ ഇവിടെ എന്താണ്, മറ്റ് ആരെങ്കിലും ഒരു ബുദ്ധിയുള്ള ഒരു വ്യക്തിയുടെ അഡ്വൈസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്നും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ അല്പം കൂടി ഒന്ന് മാറ്റി വെച്ചിട്ട് മറ്റൊരു വീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് പോകാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ 10 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാവാം. ആരെങ്കിലുമൊക്കെ നിങ്ങളെ വഞ്ചിച്ച ഒരവസ്ഥയുണ്ട്. പുറത്തുനിന്ന് കുത്തേറ്റ് നിങ്ങൾ താഴെ കിടക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. ഇത് സംഭവിച്ചത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല പ്രശ്നമായാലും എങ്കിൽ ഒരു നല്ല സംഭവമായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കണം. കാരണം എന്താണ്, ജീവിതത്തിൽ ഓരോ മോശകരമായ സാഹചര്യങ്ങൾ വരുമ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ്? ഇനി എനിക്ക് നല്ല ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള നല്ല ഒരു സുവർണപടി ഇവിടെ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഓരോ പടിവാതിലും നിങ്ങൾ കടന്ന് മുന്നോട്ട് വരികയാണ് എന്ന് തന്നെ വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് എനിക്ക് വരുന്നത് എന്താണ്? എനിക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു സ്റ്റെപ്പാണ്. ഇനി ഞാൻ മുന്നോട്ട് പോകുന്നത് സമൃദ്ധിയിലേക്കുള്ള ഒരു പോക്കാണ്. അതുകൊണ്ട് എനിക്കിനി ഇവിടെ വിഷമിക്കാൻ സാധ്യതയില്ല. ഏറ്റവും വലിയൊരു പരാജയം വന്നു, അത് ഏറ്റവും വലിയൊരു വിജയത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പരാജയം വരുന്നത് എന്ന് തന്നെ മനസ്സിലാക്കുക. ഓരോ പരാജയം വരുമ്പോഴും നിങ്ങൾ ചിന്തിക്കണം, ഇതെല്ലാം എന്നെ വിജയത്തിൽ കൊണ്ടെത്തിക്കുന്നതാണ്. ഒരു മാറ്റം വരും, എല്ലാത്തിനും മാറ്റം വരും, മാറ്റം വരാതിരിക്കില്ല. ചിലർ കുറച്ച് കാലം അനുഭവിക്കും, ചിലർ കുറച്ച് കാലം കൂടുതലും അനുഭവിക്കും. ചിലർക്ക് പ്രശ്നത്തിന് രൂക്ഷത കുറവായിരിക്കും, ചിലരുടെ പ്രശ്നങ്ങൾക്ക് രൂക്ഷത കൂടുതലായിരിക്കും.
എന്ന് മാത്രം ഒരു വ്യത്യാസമേ ഉള്ളൂ. കാരണം എന്താണ്, ഇവിടെ കർമ്മയല്ലേ അനുഭവിക്കുന്നത്, അത് തീർന്ന് കിട്ടണ്ടേ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതിനായിട്ട് നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്യുക, ഇതൊക്കെയാണ് വേണ്ടത്. കേട്ടല്ലോ? അപ്പോൾ അതുവഴി നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും തീർച്ചയായിട്ടും. ഇവിടെ ഫാദർ ഓഫ് കപ്സാണ്. വളരെ നിഷ്കളങ്കമായ സ്നേഹം നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് വരും. അതോടുകൂടി നിങ്ങളുടെ ജീവിതം ഇവിടെ എന്താണ്, സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെയും ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ 10 ഓഫ് വാൺസും വന്നിട്ടുണ്ട്. ഇവിടെ ഈ 2 കാര്യങ്ങളും പറയുന്നത് എന്താണ്, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണെന്നുള്ളതാണ്. ജീവിതത്തിൽ സംഭവിച്ചു പോയ കഥകളെ അയവിറക്കി മുന്നോട്ട് വരാം. അതെല്ലാം ഈ പാസ്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം പാസ്റ്റിൽ തന്നെ കളഞ്ഞേക്കുക. മുന്നോട്ട് നല്ലൊരു വഴി നിങ്ങൾക്ക് തുറന്നു തരുന്നുണ്ട് യൂണിവേഴ്സ്. നിങ്ങൾ അതിലേ കൂടെ വരിക, നിങ്ങളെ അതിനായിട്ട് പാകപ്പെടുത്തിയെടുക്കുകയാണ്. നിങ്ങൾക്കൊരു റെസ്റ്റ് പീരീഡാണ് തന്നിരിക്കുന്നത് ഇവിടെ. നിങ്ങളൊന്ന് റിജ്യൂവനേറ്റ് ചെയ്ത് വരും. തീർച്ചയായും ഒന്ന് തളിർത്ത് കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് വരും. പ്രതീക്ഷയിലേക്ക് വരികയാണ് നിങ്ങളുടെ ജീവിതം. ഇവിടെ സന്തോഷം അനുഭവിക്കേണ്ട സമയം ആയി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ കടക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കണ്ടില്ലേ, ഇവിടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ബുദ്ധിമുട്ടിയിരിക്കുന്നു എങ്കിൽ അതിനുള്ള എല്ലാ പരിഹാരങ്ങളും നിങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട്, അബണ്ടൻസ്, നിങ്ങൾ അബണ്ടൻ്റ് ആവുന്നു. അതെ, തീർച്ചയായിട്ടും ഇവിടെ 9 കണ്ടില്ല, ഇവിടെ ടെമ്പറൻസ് എനർജി വന്നിരിക്കുന്നു. ഇവിടെ ബ്ലെസ്സിങ്സ് ധാരാളമായി വന്നിരിക്കുകയാണ്. ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെയും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കേഞ്ചൽമാർ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കേഞ്ചൽമാരെ ഒന്ന് സ്മരിക്കുക, അത് ഇവിടെ അത്യാവശ്യമാണ്. കാരണം ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് കൊണ്ടുതരുന്നത് ആരാണ്? ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ്, ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു യൂണിവേഴ്സിനെ വിശ്വസിക്കാവുന്നതാണ്. ആ ഡിവൈൻ പവറിനെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. ആർക്കെങ്കിലുമൊക്കെ ഇവിടെ ജോലി ലഭിക്കുന്ന എനർജിയുണ്ട്. അതുപോലെ തന്നെ കിട്ടാതിരുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയുണ്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ നിറവേറാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ 8 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേർ അടിമ ആയി കഴിയുകയാണ്, മറ്റുള്ളവരുടെ അടിമത്തം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. അവർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. കാരണം അടുത്ത് തന്നെ സ്ട്രെങ്താണ് വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇവിടെ 8 വന്നിട്ടുണ്ട്. സ്ട്രെങ്ത് 8 ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മതിയാവും നിങ്ങൾക്ക് ഈ കഷ്ടതകളിൽ നിന്നും രക്ഷപ്പെടാൻ. നിങ്ങളെ ആരെങ്കിലുമൊക്കെ ചങ്ങലക്കിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങളിവിടെ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം എനിക്കിവിടെ നിന്നും രക്ഷപ്പെടണമെന്ന്. എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ചങ്ങല പൊട്ടിച്ച് രക്ഷപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ വീണ്ടും ആ ഡെവിളിൻ്റെ പിടിയിൽ പെട്ടുകിടക്കുകയാണ്. അത് നിങ്ങൾ സ്വയം വരുത്തി വയ്ക്കുന്നതാണ്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾക്കിവിടെ സ്ട്രെങ്ത് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് സ്ട്രെങ്ത് ലഭിക്കാനല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെങ്ത് ലഭിക്കും. തീർച്ചയായും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കും. കണ്ടില്ലേ, ഇത് ലവേഴ്സ് വന്നിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി 6 ആണ് വന്നിരിക്കുന്ന നമ്പർ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത്ര സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു അവസ്ഥയിൽ നിന്ന്, ശ്വാസം മുട്ടിക്കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. നിങ്ങൾ കൂടി പ്രയത്നിച്ചാൽ മാത്രം മതി. നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും. കാരണം ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഏത് കാര്യത്തിലായാലും, ഫിനാൻസ് കാര്യത്തിലായാലും, നിങ്ങൾക്ക് മെറ്റീരിയൽ ചേഞ്ചസ് ആയാലും ഒക്കെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെ നല്ല ഒരു ബ്ലെസ്സിങ്സ് ആണ് വന്നിരിക്കുന്നത്. ശനീശ്വരൻ്റെ ബ്ലെസ്സിങ്സ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക്. 8 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടില്ലേ, ഇവിടെ 8 വന്നിട്ടുണ്ട്. ഇവിടെ ലവേഴ്സ് കണ്ടില്ലേ, ഇതുവരെയും പിരിഞ്ഞിരുന്നവർ തമ്മിൽ ഉള്ള കൂടിച്ചേരൽ വരുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആരാണോ നിങ്ങളെ തിരിച്ചറിഞ്ഞ്, നിങ്ങളുടെ സോൾ കണക്ഷൻ ആരാണോ വരുന്നത്, അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സമയമെടുത്തിരിക്കുന്നു. അവരെ നിങ്ങൾ മനസ്സിലാക്കും. അവരുമായിട്ട് നിങ്ങൾക്ക് സന്തോഷപൂർവ്വം ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം അനുഭവിക്കാൻ, അവരുടെ ഹീലിങ്ങിനും പരസ്പരം ഹീല് ചെയ്ത് പരസ്പര വിശ്വാസത്തോടെയും
ആത്മാർത്ഥതയോടും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അത്തരം ഒരു ലൈഫിലേക്ക് നിങ്ങൾ കടക്കാൻ തുടങ്ങുന്നു. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ്? വീൽ ഓഫ് ഫോർച്യൂണാണ്. വീൽ ഓഫ് ഫോർച്യൂൺ, പിന്നീട് എന്താണ്? ഫാദർ ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ സാമ്പത്തികം ലഭിക്കാനും അതുപോലെ തന്നെ ജീവിതം അടിമുടി മാറാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. ഏത് കാര്യത്തിലായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. ഇവിടെ എന്താണെന്ന് നോക്കാം നമുക്ക്. ഡോഗ് ക്ലോസപ്പാണ്. പ്ലഷർ വിത്ത് എ ക്ലോസ് ഫ്രണ്ട്. കണ്ടല്ലേ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തുമായിട്ട് നിങ്ങൾക്ക് സന്തോഷം പങ്കിടാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ലവേഴ്സ് വന്നതേ ഉള്ളൂ, കണ്ടില്ലേ. അപ്പോൾ ഏറ്റവും അടുത്ത നല്ലൊരു സുഹൃത്തുമായിട്ട് സന്തോഷം പങ്കിടാനുള്ള സമയം നിങ്ങളിലേക്ക് അടുത്തിരിക്കുന്നു. അതുപോലെ ബ്രോക്കൺ ബ്രിഡ്ജാണ്. അൺസക്സസ്ഫുൾ ഔട്ട്കം ടു എ പ്രോബ്ലം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സമയം ആയിരിക്കുന്നു. എന്ത് പ്രോബ്ലം ഉണ്ടോ അവിടെ നിന്ന് നിങ്ങൾക്കതിന് പൊട്ടിച്ചെറിഞ്ഞിട്ട്, അതിൻ്റെ ആ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. ആസ്ട്രൽ ഹൗസാണ് വന്നിരിക്കുന്നത്. ഇവിടെ ലവ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ആരുടെയൊക്കെയോ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, സ്നേഹം നിങ്ങളിലേക്ക് വരും, വരാതിരിക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹം തന്നെ നിങ്ങളിലേക്ക് വരും. മൂന്നാണ് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. കണ്ടില്ലേ, ഒരു നല്ലൊരു ചേഞ്ച് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ വരും. പറഞ്ഞതല്ലേ ഇവിടെ വണ്ടേഴ്സ്, ഡിലൈറ്റ്, ട്രാൻസ്ഫോർമേഷൻ, ഫ്രീഡം, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ, നല്ല ചേഞ്ചസ് വരാൻ തുടങ്ങുന്നുണ്ട്. മൂൺ എങ്ങനെയാണ് ഹാഫ് മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് എത്തുന്നത്? അല്ലേ, ചേഞ്ചിലൂടെയല്ലേ വരുന്നത്. ആ ഒരു ചേഞ്ചസ് നിങ്ങളെ എന്താക്കും? പൂർണ്ണമാക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനും സാധിക്കും. നല്ല മാറ്റങ്ങളാണ് വരാൻ തുടങ്ങുന്നത് എന്നാണ് കാണുന്നത്. ഫോറസ്റ്റാണ്. മഡിൽഡ് അൺക്ലിയർ തിങ്കിങ് ആണ്. ഇവിടെ നിങ്ങളുടെ ചിന്തകൾ ഒന്ന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കാം. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി പുനർവിചിന്തനം ചെയ്യുക. കാര്യങ്ങളെ കുറച്ചുകൂടി മുന്നോട്ട് പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് സന്തോഷകരമായിട്ടും പ്രകാശത്തിലേക്കും ഒക്കെ വരാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നു. ഇനി ഫെബ്രുവരി വരണമെങ്കിൽ കുറച്ച് കാലം കൂടെ പിടിക്കുമല്ലോ. ഇവിടെ ഡിസംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നുണ്ട്. ഡിസംബർ അടുക്കാറായല്ലോ. ബ്രോക്കൺ വിഷ് ബോണാണ്. വിഷ് വിൽ നോട്ട് ബി ഗ്രാൻറ്റഡ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം കുറച്ചുകൂടി താമസിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അത് ചിലർക്കൊക്കെ കുറച്ചുകൂടി താമസിക്കും. ഫിയർ വറീസ് ടെൻസ് സിറ്റുവേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഡാഗറാണ് വന്നിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് കുറച്ച് പേടി അനുഭവിക്കാനും അല്ലെങ്കിൽ ടെൻഷൻ അനുഭവിക്കാനും ദുഃഖം അനുഭവിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമായിരിക്കാം. പക്ഷേ അത് നിങ്ങളിൽ നിന്നും വഴുതി മാറിപ്പോകും. ഫിംഗറാണ്. വാണിംഗ് യു ഓഫ് എ പ്രോബ്ലം either now or in the near future. കണ്ടില്ലേ, നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിലേക്ക് അടുത്ത് വരുന്ന കാലത്തിലേക്ക് ഇതൊക്കെ സാധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ആരും പരാജയപ്പെട്ട ഒരിടത്ത് കിടന്നു പോവില്ല. വരുന്ന ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് വരും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടേത് സാധ്യമാകും. സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഫെയർ മാൻ. ഡീലിങ്സ് ഓഫ് എ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ വിത്ത് എ ബ്ലോണ്ട് ഗ്രേ ഓർ വൈറ്റ് ഹെയർ. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് ഒരു ഇടപാട് നടത്താൻ പറ്റും. ഒരു ഫെയർ മാനുമായിട്ട്, അല്ല ഒരു ചെറുപ്പക്കാരനായ ഒരു നല്ല ഒരു വ്യക്തിയുമായിട്ട്, ഫെയർ മാനുമായിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡീലിങ്സ് നടത്താനുള്ള സമയം ആയിട്ടുണ്ട് എന്നാണ്. ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങളിലാവാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ആവാം. ഏത് കാര്യത്തിലായാലും ഒരു ഇടപാട് നടത്താനുള്ള സാധ്യത വരുന്നുണ്ട്. അതിനുള്ള സമയം ആയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.